യോഹന്നാൻ 20:19. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് റോമൻ ഗവൺമെൻറ്റിനെയും പരീശന്മാരെയും സദൂക്യരെയും ഒക്കെ ഭയപ്പെടേണ്ടി വന്നു. കാരണം അവരുടെ ഗുരു അവരുടെ കൂടെയില്ല. ഇപ്പോൾ യേശു കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എതിർത്ത് നിന്നിരുന്ന സമൂഹത്തിലെ പ്രമുഖന്മാർ ഇപ്പോൾ യേശു കർത്താവ് ഇല്ലാത്തതുകൊണ്ട് ശിഷ്യന്മാരെ ഉപദ്രവിക്കുവാൻ സാധ്യതയുണ്ട് എന്നവർ ഭയപ്പെട്ടു. മറിയമെന്ന് പറഞ്ഞതനുസരിച്ച് ഉയർത്ത യേശു കർത്താവിനെ കാണുവാനായി കല്ലറയ്ക്കൽ ചെന്നപ്പോൾ കണ്ടതുമില്ല. അവർക്ക് ഭയമായി. തങ്ങളുടെ ജീവൻ അപകടത്തിലാണ് എന്ന ഭയം. അങ്ങനെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഭയത്തോടെ ഒരു മുറിയിൽ കൂടിയിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നു. എവിടെ നിന്ന് എങ്ങനെ വന്നു എന്ന് ശിഷ്യന്മാർ കണ്ടില്ല. അവരുടെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു കർത്താവിനെയാണ് അവർ കണ്ടത്. അവർ വാതിലൊക്കെ അടച്ചുപൂട്ടിയാണ് അതിനകത്തിരുന്നിരുന്നത്. യേശു കർത്താവിന് അവരുടെ നടുവിലേക്ക് വരുവാൻ വാതിൽ തുറക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ജനാലകളോ മേൽക്കൂരകളോ ഒന്നും തുറക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതാണ് ദൈവസാന്നിധ്യം. നാം ഭയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ അടുക്കലെത്തി സമാധാനത്തെ വാഗ്ദത്തം ചെയ്യുന്ന ദൈവം, തന്നിൽ വിശ്വസിക്കുന്നവരെ കൈവിടാതെ, തൻ്റെ വഴിയെ പിന്തുടരുന്നവരെ ഉപേക്ഷിക്കാതെ, തനിക്ക് വേണ്ടി കഷ്ടങ്ങൾ സഹിച്ചവരെ നിരാശരാക്കാതെ, അവരുടെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന യേശു കർത്താവ്. ഈ കർത്താവിനെ പിന്തുടരുന്ന നാം ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കില്ല. എത്ര വലിയ ഭയപ്പെടുത്തുന്ന സാഹചര്യമായാലും, എത്ര വലിയ നിരാശപ്പെടുത്തുന്ന സാഹചര്യമായാലും, അതിൻ്റെ മധ്യത്തിലേക്ക് നമ്മുടെ കർത്താവ് നമുക്ക് സഹായവുമായി ഇറങ്ങി വരും. പിശാചിൻ്റെ തന്ത്രങ്ങൾക്ക് ദൈവ സാന്നിധ്യത്തെ തടയുവാൻ സാധ്യമേ അല്ല. അടഞ്ഞ വാതിലുകൾക്ക് മുൻപിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ വിശ്വാസം ക്ഷീണിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കില്ല. നമ്മെ കൂടുതൽ ശക്തരാക്കി പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. തോമസ് അവിശ്വസിച്ചപ്പോഴും യേശു കർത്താവ് വാതിലുകൾ അടച്ചിരിക്കെ ഇതുപോലെ പ്രത്യക്ഷനായി തോമസിൻ്റെ വിശ്വാസത്തെ ഉറപ്പിച്ചു. ഒരു ദൈവ പൈതലിൻ്റെ സാഹചര്യം, അവസ്ഥ, ജീവിതം എങ്ങനെയാണെങ്കിലും കർത്താവിന് അതിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് വിടുവിക്കുവാൻ കഴിയും. നമുക്ക് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടെ തന്നെ ആയിരിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ വിടുവിക്കുന്ന വിധങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗാഡ് ബ്ലെസ് us all.